എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. രാമായണക്കാറ്റ് വടക്കൻ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ ചാപ്റ്ററിന്റെ മലപ്പുറം ചാപ്റ്ററിന്റെ ആണ് ഇന്നത്തെ രാമായണക്കാറ്റ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശാന്തം ശാശ്വതമപ്രമേയമനഘം നിർവാണ ശാന്തിപ്രദം ബ്രഹ്മാശംഭുഫണീന്ദ്ര സേവ്യമനിശം വേദാന്ത വേദ്യം വിഭും രാമാഭ്യം ജഗദീശ്വരം സുരഗുരു മായാ മാനുഷം കരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാല ചൂടാമണിം അജ്ഞാനാന്ത ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാ ഭവതവശിഖാ താപപാപസ്യ മാനാ മുക്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ സരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താ വന്ദേ ഗുരുപരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ പൂർവം രാമതപോവനാദി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാഗ്മീകി കോകിലം രാമ 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 പാഹി മാം രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ
പാഹി മാം മുകുന്ദ രാമ പാഹി മാം. ജയ് ശങ്കര. വളരെ സന്തോഷം സരസ്വതി ഇടത്തി. ഇന്നത്തെ രാമായണക്കാറ്റ് നടത്തുന്നതിനായി മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി പ്രീത വടക്കത്ത് അവറുകളെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 ജയശങ്കര. ജയശങ്കര. ഞാൻ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാറൊന്നുമില്ല, എനിക്ക് തിരക്കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യാത്ത. മലപ്പുറം ജില്ലയുടെ ചാപ്റ്ററിന്റെ പരിപാടി എന്തായാലും നന്നായിട്ട് നടത്തണം എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ അതിനെ ഉത്സാഹിക്കണത്. ശരിക്കും പറഞ്ഞാല് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, വൈകിട്ട് സ്കൂളിൽ നിന്ന് എത്തുമ്പോൾ തന്നെ നല്ലോണം വൈകും, അതുകൊണ്ടാണ്. ശരി, നമുക്ക് അപ്പൊ ഇന്ന് ആദ്യം വായിക്കുന്നത് അനിതേടത്തിയാണ്. അനിതേടത്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനിതേടത്തി ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം പാരായണം ചെയ്തു തുടങ്ങുക. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം അയോധ്യാകാന്ഡത്തിലെ വനയാത്ര മുതലാണ്. ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിത, കരുവാട്ട് ഇല്ലത്തെയാണ്, മലപ്പുറം ജില്ലയിലെ എടപ്പാള് താമസിക്കുന്നു. അപ്പൊ ഞാൻ തന്ന ഭാഗം വായിക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അധ്യാത്മരാമായണം, അയോധ്യാകാന്ഡം, വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ. പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകും
യതെന്തൊരു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്രഃ രാമ സൗമിത്രേ ജനഗജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗഃ ഹാ മമ പ്രാണ സമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവില്ലി നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭൻ ആകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേരു നടത്തിയിടിനാൻ ഭൂപനും. നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി. കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗൃഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു.
സൂര്യനുദിച്ചാൽ അയക്കുകയുമില്ലവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ, ഇനിയുണരും മുൻപേ പോകനാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും, വേഗേന തേരുമൊരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനക തനുജയും തേരിലേറിയിടിനാരേതുമറിഞ്ഞില്ല, പൗരജനങ്ങളന്നേരം സുമന്ത്രരും. ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ, തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം, കണ്ടില്ല രാമനെ എന്നു കരഞ്ഞതേ കുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചേടിനാരേവരും. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടംപുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം. ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹ തനുജയും ശിംശപാമൂലെ സുഖേന വാണേടിനാർ. അപ്പോൾ അടുത്ത ആരാണ് പാരായണം ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞോളൂ. അടുത്തത് ഉമാ വയപ്പറാണ്. ഉമ ടീച്ചർ ഇതിലുണ്ട്. ഉമ ടീച്ചറെ സ്വാഗതം. ഉമ്മ ടീച്ചർക്ക് നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അയോധ്യാകാന്ഡം, ഗുഹസംഗമം. രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തദാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ, പക്വമനസ്സോടു ഭക്ത്യൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിം തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കെന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ.
തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകൂടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലെ പാനീയമാത്രമശിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ. പ്രാസാമൂർധ്നിവരംഗേ യഥാപുരേ വാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വിളമ്പും ധരിച്ചേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതീ ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ, വർണ്ണതൽപേ ഭുവി ദാരുമൂലെ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസിംനീവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോ ഹി ഹേതുഃ സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിതി വൃഥാ. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതീ നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാര്യുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെയെന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ. യദ്യദ്യദാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിപ്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്യുജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരൂപുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രാനുദിപ്ചിതു സത്വരം. രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ.
സ്വാമിന്നിയം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാക്കിയ സീതയെ കയ്യും പിടിച്ചു കരറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാവാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയെന്നുമോരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവേനല്ലായിലേണാംഗബിംബാനന ജഗതീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖേന പാദപമൂലേതലാഠ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവേനർഘ്യാതി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമ പദത്തിനടുത്താതരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനുണ്ടു തൻ നൂജനോടും വന്നു പാർപ്പിക്കുന്നീതുടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ. താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന ഭോഗ സന്തോഷമോടു ചൊല്ലിയിടിനാൻ. ആശ്രമോപം ദേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരും നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സർഘ്യവാദ്യാദിയും. ഗത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചന പൂർവം മുനി പുങ്കവേനാശയാനന്ദമിയം നരുളി ചെയ്തു. പാദരജസാ പവിത്രമാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. യുദ്ധമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘൂപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ.
ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായി തൂമായയാ ഭൂതലേ. ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേനിന്നതീനെന്നെടോ. ജ്ഞാനദൃഷ്ട്യാതവധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നമസ്കാരം. ഞാനിപ്പോ ലെഫ്റ്റ് ആവും, കാരണം എനിക്ക് 7:30 തന്നെ വേറൊരു ഇവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, വൈദിക വിജ്ഞാന കേന്ദ്രം എന്നുള്ള പേരില്. അപ്പൊ അതില് ഞാൻ ഇതേപോലെ എല്ലാ ദിവസവും പാരായണം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ഇപ്പൊ ലെഫ്റ്റ് ആവുകയാണ്, ക്ഷമിക്കണം. അടുത്തതായി ഉഷ ചേദാസ് ആണ് വായിക്കുന്നത്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. വാൽമീകിയാശ്രമ പ്രവേശം. ഉത്ഥാനവും ചെയ്തുഷസി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയുമുത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാത്മീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസപ്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണ ഇന്ദ്രാദിവൃന്ദാര കൈരഭീവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണ നിപൂണം ജടാമകൂടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തന്തിരുമേനി ഗാഠം പുണർനീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാം ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു
സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സാന്തം നനക്കൂ സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്ര ജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ശുത്രുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം ദ്വേദസ്വരൂപമനന്തമേകം സദാ. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്താം സമസ്താദരം സർവഗതം പരാത്മനാമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസം സന്തതം ത്വൽപാദ സേവാരതാത്മനാം. സന്തതം സ്വനാമ മന്ത്ര ജപശ്രുതി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയ ചിന്തിത ചിന്താമണേ ദയവാരിതേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ജയശങ്കര. ജയശങ്കര ജയശങ്കര. എന്തായാലും മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ 3 പേരും വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. നമുക്ക് അടുത്തതായി ഇന്ന് പാരായണം ചെയ്യുന്നതിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് പ്രത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഉഷ ടീച്ചർ റെഡിയാണല്ലോ മലപ്പുറത്ത് പ്രഭാഷണത്തിന്? ഉഷ ആണോ? ടീച്ചർ ഉണ്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഉഷ ടീച്ചർ കേറിയിട്ടില്ലെന്ന് എനിക്ക് സംശയമായി. ഉഷ ടീച്ചർ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ആ ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനത് ക്ഷമിക്കുക. ഞാനത് പറയാൻ വിട്ടുപോയി, അത്രേ ഉള്ളൂ. ശരി. സാരമില്ല. എല്ലാവർക്കും നമസ്കാരം.
ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ സരസ്വത്യൈ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരി വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. സർവത്ര രാമനാമ സങ്കീർത്തനം. ഹരേ രാമ. രാമായണ പാരായണത്തിന്റെ 8ാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിൽ വനയാത്ര മുതല് വാൽമീകിയുടെ കഥ വരെയുള്ള ജനന കഥ വരെയുള്ള ഭാഗമാണ് വായിച്ചത്. മലയാളമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ചെറുതായിട്ട് പറയാൻ നോക്കുകയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പൊ അവര് അത് ക്ഷമിക്കുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഒന്ന് പറയാൻ നോക്കുകയാണ്. അതായത് പിതാവിന്റെ വാക്കിനെ പാലിക്കാൻ ഉറച്ചിട്ട് ശ്രീരാമൻ അച്ഛൻ ഇങ്ങനെ വനവാസം തനിക്ക് ആജ്ഞാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അച്ഛൻ അമ്മയോട് പറഞ്ഞു. അമ്മയോടും സഹോദരനോടും സീതയോടൊക്കെ പറഞ്ഞ് അവരോടൊക്കെ അനുമതി വാങ്ങിയിട്ട് പിതാവിന്റെ ആജ്ഞയെ പാലിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, കൈകേയി മാതാവിന്റെ കൊട്ടാരത്തിലാണ് അപ്പോൾ ദശരഥൻ ഉണ്ടായിരുന്നത്. പറഞ്ഞു, കൈകേയി മാതാവിനോട് പറഞ്ഞു, അമ്മ ദുഃഖിക്കേണ്ട, ഞാനിതാ വനത്തിന് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ച് ലക്ഷ്മണനോടും സീതയോടും കൂടെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി കൈകേയിക്ക് സന്തോഷമായി. കൈകേയി വേഗം കിടക്കുന്നവിടുന്ന് ചാടി എണീറ്റിട്ട് ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും മരവുരി നൽകി. അപ്പോ ലക്ഷ്മണൻ തന്റെ ദിവ്യവസ്ത്രങ്ങളൊക്കെ ശ്രീരാമൻ തന്റെ ദിവ്യവസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മരവുരി ധരിച്ചു. ലക്ഷ്മണനോടും ധരിക്കാൻ പറഞ്ഞു. അപ്പൊ സീതയ്ക്ക് എന്താ വേണ്ടത് നിശ്ചയില്ല. കാരണം ഇങ്ങനത്തെ ഒന്നും ഇതിന്റെ മുമ്പേ ധരിച്ചിട്ടില്ല, പട്ടുവസ്ത്രങ്ങളില്ലാതെ ധരിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ശ്രീരാമന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അപ്പൊ ശ്രീരാമന് അത് മനസ്സിലായി. ശ്രീരാമൻ വേഗം അത് വാങ്ങിയിട്ട് ഉടുത്ത പട്ടുവസ്ത്രത്തിന്റെ മീതെ കൊണ്ട് ഉടുപ്പിച്ചു. അപ്പൊ ഇത് കണ്ടു നിന്നപ്പോ മറ്റേ സുമിത്ര, കൗസല്യ തുടങ്ങിയ അമ്മമാര്, പൗരജനങ്ങള്, ബാക്കി വസിഷ്ഠാദി മുനികൾക്ക് അവർക്കൊക്കെ വല്ലാത്ത സങ്കടം തോന്നി. വസിഷ്ഠൻ ചോദിച്ചു, കഷ്ടം രാമൻ, കുലടെ ദുഷ്ടേ, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ഈ രാമൻ വനത്തിന് പോകണമെന്ന് വെച്ചാ അതിന് സീതയും മരവുരി ധരിക്കണമെന്നുണ്ടോ? സീത വേണമെങ്കിൽ പോയിക്കോട്ടെ രാമന്റെ കൂടെ, രാമനെ പരിചരിച്ച് അവിടെ 14 വർഷം രാമനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞോട്ടെ. പക്ഷെ അവളും ഈ സീതാദേവിയും ഈ മരവുരി ധരിച്ച് പോണമെന്നുണ്ടോ? സീത ദിവ്യ വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് തന്നെ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു വസിഷ്ഠൻ. ഇത് കേട്ടപ്പോ ദശരഥനും സന്തോഷമായി. ദശരഥൻ വേഗം കിടക്കുന്നിടത്തുനിന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇവർ പോകാൻ തീരുമാനിച്ചല്ലോ, അപ്പൊ സുമന്ത്രരോട് രഥം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും അതെ രഥം കൊണ്ടുവരാൻ പറഞ്ഞു. ഇവര് പോവുകയാണ്. എന്നാലും ശരി, വീണ്ടും ലക്ഷ്മണ സീതയെ രാമ രാമ എന്ന് വിളിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുമന്ത്രര് രഥം കൊണ്ടുവന്ന് നിർത്തി. അപ്പോ രാമനും ലക്ഷ്മണനും സീതയും പോവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോ നിൽക്കൂ എന്നും പറഞ്ഞിട്ട് ദശരഥൻ പിന്നാലെ പോവാൻ നോക്കി. അപ്പോ ശ്രീരാമൻ ആദ്യം സീതയെ കൈപിടിച്ച് രഥത്തിൽ കയറ്റി ശ്രീരാമനും കയറി. അതായത് ശ്രീരാമൻ ആദ്യം പിതാവിനെ വന്ദിച്ചു. സീതയും ലക്ഷ്മണനും ഒക്കെ പിതാവിനെ വന്ദിച്ചതിന് ശേഷം രഥത്തിൽ കയറി. ലക്ഷ്മണൻ ആയുധമൊക്കെ എടുത്തിട്ട് പിന്നാലെ കയറി. അങ്ങനെ തേര് പോവാൻ തുടങ്ങിയപ്പോ നിൽക്കൂ എന്ന് പറഞ്ഞ് ദശരഥൻ പിന്നാലെ പോവാൻ തുടങ്ങി. അപ്പോ വേഗം പോവുക എന്ന് ഗച്ഛ പോവാന്ന് പറഞ്ഞിട്ട് ശ്രീരാമനും തിടുക്കം കൂട്ടി അങ്ങനെ രഥം പോവാണ്. രഥം പോകുമ്പോ എല്ലാവരും ഈ പൗരജനങ്ങൾ മുഴുവൻ സങ്കടത്തോടു കൂടി രാമ നിൽക്കൂ, പോവല്ലേ എന്ന് പറഞ്ഞിട്ട് രഥത്തിന്റെ പിന്നാലെ പോവാണ്. എന്തായാലും സുമന്ത്രര് തേര് തെളിച്ച് പോയി. അപ്പോ ഒരു നിമിഷം സുമന്ത്രര് അങ്ങോട്ട് തേര് തെളിച്ച് ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് അങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോ ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായി എന്നാണ് പറഞ്ഞത്.
എന്തായാലും ആബാലവൃദ്ധം ജനങ്ങളൊക്കെ അങ്ങനെ ശ്രീരാമനെ അനുഗമിച്ചിട്ട് പോയി. അവര് തമസ നദിയുടെ തീരത്തെത്തി. അങ്ങയെ കാണാതെ ഞങ്ങൾക്കിനി എങ്ങനെ സഹിക്കാൻ കഴിയും, അങ്ങയില്ലാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല എന്നൊക്കെ പറഞ്ഞു. സമയം സന്ധ്യയായി. ആ സമയത്ത് ദശരഥൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്നെ കൗസല്യയുടെ ഗൃഹത്തിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭൃത്യന്മാരൊക്കെ കൂടി ദശരഥനെ കൗസല്യയുടെ ഗൃഹത്തിൽ കൊണ്ടേക്കി. അങ്ങനെ ശ്രീരാമനെ പിന്തുടർന്ന പൗരജനങ്ങളെല്ലാവരും വൈകുന്നേരമായപ്പോഴേക്കും അവര് അന്ന് സന്ധ്യക്ക് വെറും വെള്ളം മാത്രം കുടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ തമസാ നദിയുടെ തീരത്ത് അങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു മരത്തിന്റെ ചോട്ടില് വെറും ദർഭപ്പുല്ലും തളിരുകളൊക്കെ വിരിച്ച് ഒരു കിടക്ക ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കി കൊടുത്തു. ശ്രീരാമനും സീതയും അവിടെ കിടന്നു. ലക്ഷ്മണൻ ആയുധധാരിയായി കാവൽ നിന്നു. സുമന്ത്രരുണ്ട്, അപ്പോ മറ്റ് പൗരജനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി രാമനെ അനുഗമിച്ച് എത്തിയ സുമന്ത്രരോട് പൗരവാസികളെല്ലാവരും കൂടി സങ്കടം പറയാണ്. എങ്ങനെയെങ്കിലും രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളും വനവാസത്തിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് രാമൻ വരും എന്നുള്ള ധാരണയിൽ തന്നെ രാമനെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ കഴിയാണ്. കുറെ കഴിഞ്ഞപ്പോ എല്ലാവരും തളർന്നു ഉറങ്ങി. ഇപ്പൊ ശ്രീരാമന് മനസ്സിലായി, ഇനി വെളിച്ചായിട്ട് പ്രഭാതായി ഇവരൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പോവല് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവർ ഉണരുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് സുമന്ത്രരെ വിളിച്ച് വേഗം രഥം ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ രഥത്തിൽ കയറി ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി സുമന്ത്ര തെളിച്ച രഥത്തില് പോയി. അവര് ഏകദേശം പ്രഭാതമായപ്പോഴേക്കും ഗംഗാ നദിയുടെ തീരത്ത്, അവിടെ ശൃംഗിവേരം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അടുത്തെത്തി. അവിടെ ഗംഗാ നദിയില് സ്നാനമൊക്കെ കഴിച്ച് ഒരു ശിംശപാവൃക്ഷത്തിന്റെ ചോട്ടിൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോ ശ്രീരാമൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീരാമന്റെ കൂട്ടുകാരനായ ശ്രീരാമന്റെ നിത്യസഹചാരിയൊക്കെയായ നിഷാദ രാജാവ് ഗുഹൻ അവിടെ എത്തി. അദ്ദേഹത്തെ അർഘ്യപാദ്യ ഫലമൂലാദികളും തേനൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വന്നതോടുകൂടി എന്റെ ഈ രാജ്യമൊക്കെ സന്തുഷ്ടായി. അങ്ങക്ക് രാജ്യമല്ലേ പോയിട്ടുള്ളൂ, ഇതും അങ്ങയുടെ രാജ്യമായിട്ട് തന്നെ കരുതണം. അങ്ങ് കാട്ടിലൊന്നും പോകണ്ട, ഇവിടെ എന്റെ രാജ്യം ഭരിച്ച് ഇവിടെ കഴിഞ്ഞോളൂ, ഞാൻ അങ്ങയുടെ പരിചാരകനായിട്ട് അങ്ങനെ കൂടിക്കോളാം. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, എന്ത് വന്നാലും ശരി, 14 വർഷത്തെ വനവാസം കഴിഞ്ഞല്ലാതെ ഞാൻ ആരിൽ നിന്നും ഒന്നും ഇനി സ്വീകരിക്കില്ല. ഭക്ഷണമായിട്ടോ രാജ്യമായിട്ടോ വേറൊന്നും സ്വീകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വനവാസത്തിന് പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുടി ജട വയ്ക്കാനുള്ള പേരാലിന്റെ പാല് പടക്ഷീരം കൊണ്ടുവരാൻ പറഞ്ഞു. ഗുഹൻ അത് കൊണ്ടുവന്നു. ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ മുടി ജട വിരിച്ചു. അങ്ങനെ പിന്നെ അതെ രാത്രി ലക്ഷ്മണൻ ദർഭയും തളിരും ഒക്കെ വിരിച്ചിട്ട് അവിടെ ഒരു കിടക്കയൊക്കെ ഉണ്ടാക്കി അതില് ശ്രീരാമനും സീതയോടും കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ആയുധധാരിയായിട്ട് ലക്ഷ്മണൻ കാവൽ നിന്നു. അങ്ങനെ അവര് ഉറങ്ങിയ സമയത്ത് ലക്ഷ്മണൻ ഗുഹനുണ്ട് കൂടെ നിൽക്കുന്നു. അപ്പൊ ഗുഹൻ ഇങ്ങനെ പറയാണ്, കഷ്ടം, കൊട്ടാരത്തില് സ്വർണ്ണക്കട്ടിലെ പട്ടുമെത്തയില് കിടന്നുറങ്ങിയിരുന്ന രാമനും സീതയും, അങ്ങനെ പട്ടുമെത്തയിൽ ഉറങ്ങേണ്ട രാമനും സീതയാണല്ലോ ഇവിടെ വെറും ഭൂമിയില് ദർഭയും തളിരും ഒക്കെ ധരിച്ച് കിടന്നുറങ്ങുന്നത്. കഷ്ടം തന്നെ. ആ മന്ധരയുടെ വാക്ക് കേട്ടിട്ട് ഈ ദുഷ്ടയായ കൈകേയിക്ക് ഇങ്ങനെയൊക്കെ ഒരു പാപം ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗുഹൻ കൈകേയിയെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, കാരണം തലേ ദിവസം ലക്ഷ്മണന് ഉപദേശം നല്ലോണം കേട്ടതാണല്ലോ. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, നിൽക്കൂ സുഹൃത്തെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് പറയണ, നമ്മൾ എപ്പോഴും രാമനാമം ജപിച്ചു കൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ആരും ആരുടെയും ദുഃഖത്തിന് കാരണമല്ല, ആരും ആരുടെയും സുഖത്തിനും കാരണമല്ല. എനിക്ക് ദുഃഖം ഉണ്ടാവാൻ ഇന്ന ആളാണ് കാരണം, എനിക്ക് സുഖം ഉണ്ടാവാൻ ഇന്ന ആളാണ് കാരണം, ഇന്ന ആളുണ്ടായാൽ എനിക്ക് സുഖമാവും, ഇന്ന ആൾ ഇന്നത് ചെയ്താൽ എനിക്ക് ദുഃഖമാവും എന്നൊക്കെ പറയുന്നത് വെറും വെറുത്തെയാണ്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ ദുഃഖമായിട്ട് അനുഭവിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ നല്ലത് അനുഭവിക്കും, ചീത്ത കാര്യം ചെയ്താന്ന് വെച്ചാല് ദുഷ്കർമ്മം ചെയ്താൽ അത് ദുഃഖമായിട്ടും അനുഭവിക്കാൻ വരും. അതേ ഉള്ളൂ.
അല്ലാണ്ട് ഇതൊക്കെ വെറുതെ സുഖം വരും ദുഃഖം വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ദൈവഹിതാണ്, ദൈവം വരുത്തുന്നതാണ്, ഒരാൾ വരുത്തുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. നമ്മൾ ചെയ്ത കർമ്മഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കർമ്മഫലം തന്നെ. അതല്ലാതെ ഇന്ന ആൾ എന്റെ ശത്രുവാണ്, ഇന്ന ആൾ എന്റെ മിത്രാണ്, ഇന്ന ആൾ എന്റെ സുഹൃത്താണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടല്ലോ, അതൊക്കെ വെറും വെറുതെയാണ്. അതൊക്കെ വെറും ബുദ്ധിഭ്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വന്നു ചേരുന്നത് അതെങ്ങനെയായാലും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഇനി സുഖം കിട്ടണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും കുറെ ചെയ്ത് സുഖം കിട്ടുക അതുണ്ടാവില്ല. എന്ന് വെച്ച് സുഖം വരണം എന്ന് വെച്ച് വന്നില്ല എന്ന് വെച്ചാൽ ദുഃഖിക്കണ്ട. സുഖം വന്നു എന്ന് വെച്ചാൽ അത് ഉപേക്ഷിക്കാനും പോണ്ട, അത് വന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കുക. ഒരു കണക്കിന് ഈ മനുഷ്യദേഹം തന്നെ സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. വിധി എന്നത് ഒന്നുണ്ടല്ലോ, അത് ദേവന്മാർക്ക് പോലും അതിനെ തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുഖം വരും, പിന്നെ അത് കഴിഞ്ഞാൽ ദുഃഖം വരും, വീണ്ടും സുഖം വരും. ഇതൊക്കെ ഈ രാവും പകലും പോലെ ഇങ്ങനെ രാത്രി വരും പകല് വരും എന്ന പോലെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തില്. ഈ വെള്ളത്തില് ചെളി എന്ന പോലെ ഇത് ഒന്നായിട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് സുഖവും ദുഃഖമൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന പണ്ഡിതന്മാര്, അതായ മഹാത്മാക്കളുണ്ടല്ലോ, അവർക്ക് സുഖം വന്നാലും വേണ്ടില്ല ദുഃഖം വന്നാലും വേണ്ടില്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന വിധത്തില് ഇവരിത് കണക്കാക്കും. ഇതാണ് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണനും ഗുഹനും കൂടി വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും സമയം പ്രഭാതമായി. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ച് ഗുഹനോട് തോണി കൊണ്ടുവരാൻ പറഞ്ഞു. ഗുഹൻ തോണി കൊണ്ടുവന്നു. തോണിയിൽ അദ്ദേഹം സീതയെ കൈപിടിച്ച് ശ്രീരാമൻ കയറ്റി. ഗുഹന്റെ കൈപിടിച്ച് കയറി. ആയുധധാരിയായിട്ട് ലക്ഷ്മണനും കയറി. അങ്ങനെ തോണി പോയി. സീതാദേവി ആ സമയത്ത് ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു, മാതാവേ ഗംഗാദേവി, എനിക്ക് എല്ലാം നല്ലതിനായി വരണേ. വനവാസകാലത്ത് ദുഃഖമൊന്നുമില്ലാതെ വനവാസം കഴിഞ്ഞു വന്നാൽ, ഞാൻ ഇവിടെ 14 വർഷം വനവാസം കഴിഞ്ഞു വന്നാൽ വേണ്ട വിധം ബലിപൂജാദികളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പ്രാർത്ഥിച്ചു. ഗുഹൻ തുഴഞ്ഞ് അക്കരെ എത്തിച്ചു. എന്നിട്ട് ഗുഹൻ ചോദിച്ചു, ഞാനും വരട്ടെ, കാട്ടിലേക്ക് വനവാസത്തിന് ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വേണ്ട, 14 വർഷം കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വരാം. രാമൻ വാക്ക് മാറ്റുന്ന ആളല്ല, കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുഹനെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. രാമലക്ഷ്മണന്മാരൊരു മൃഗത്തെയൊക്കെ വേട്ടയാടി അത് ഭക്ഷിച്ച്, അതായത് അന്നത്തെ കാലത്ത് മൃഗഭക്ഷണമൊക്കെ, അത് പിന്നെ ക്ഷത്രിയരല്ലേ, മാംസഭക്ഷണമൊക്കെ അന്നത്തെ കാലത്ത് അനുവദനീയാണ്. മൃഗത്തെ വേട്ടയാടി അത് ഭക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ കുളിയും സന്ധ്യാവന്തനും ഒക്കെ കഴിഞ്ഞ് അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ കണ്ട ഒരു മുനികുമാരനോട് ഭരദ്വാജ മഹർഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞു. ഭരദ്വാജ മഹർഷി അർഘ്യപാദ്യാദികളൊക്കെ നൽകി ആദരപൂർവ്വം രാമലക്ഷ്മണന്മാരെ സീതാദേവിയെയൊക്കെ സ്വീകരിച്ചു. ശ്രീരാമൻ അനുജനോടും പത്നിയോടും കൂടി ഭരദ്വാജ മഹർഷിയെ വന്ദിച്ചു. മഹർഷി എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ച് പർണശാലയിലേക്ക് കൊണ്ടുപോയി പൂജിച്ചിരുത്തി. അങ്ങയുടെ പാദസ്പർശമേറ്റ് എന്റെ പർണശാല പവിത്രമായിരിക്കുന്നു. ഞാനും അങ്ങയെ കണ്ടതുകൊണ്ട് ഞാനും ധന്യനായിരിക്കുന്നു, എന്റെ തപസ്സും സഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഭരദ്വാജ മഹർഷി. എന്നിട്ട് പറയാണ്, എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് എനിക്കെല്ലാം മനസ്സിലാവും. അങ്ങ് ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരം, അപേക്ഷപ്രകാരം രാക്ഷസ നിഗ്രഹത്തിനായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ്. അങ്ങ് 14 വർഷം വനവാസം അങ്ങ് മുൻപ് തീരുമാനിച്ചതാണ്. ഈ വനവാസ കാലത്ത് സീതാപഹരണം തുടങ്ങിയ അങ്ങയുടെ കഴിഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭൂതവും ഭാവിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി അവര് ഭരദ്വാജാശ്രമത്തില് കഴിച്ചുകൂട്ടി. പിറ്റേന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് മറ്റു മുനികുമാരന്മാരോടൊപ്പം കാളിന്തി നദി തരണം ചെയ്ത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വാൽമീകി മഹർഷിയുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്നും പൂക്കും കായ്ക്കും ചെയ്യുന്ന പുഷ്പങ്ങളുണ്ട്. അതുപോലെ പാമ്പും കീരിയും അതുപോലെ അങ്ങനെ കഴുകന് എല്ലാ പക്ഷി മൃഗാദികളും
സിംഹവും ആനയും കരടിയും മാനുകളും എല്ലാ മൃഗാദികളും പക്ഷിമൃഗാദികളും ഇഴജന്തുക്കളെല്ലാം സഹോദര ഭാവേന വസിക്കുന്ന എല്ലാം സമമായി കാണുന്ന എന്നും പൂത്തൊലിഞ്ഞ വൃക്ഷങ്ങളോടും കായ്ക്കുന്ന പഴങ്ങളോടും കൂടിയ വൃക്ഷങ്ങളുണ്ട്. അതുപോലെ ധാരാളം മുനികുമാരന്മാരുണ്ട്. മുനിമാരുടെ എല്ലാം ശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ് ആശ്രമം. ഈ ആശ്രമത്തിലെത്തി എന്നിട്ട് വാൽമീകി മഹർഷിയെ എല്ലാവരും വന്ദിച്ചു. വാൽമീകി മഹർഷി എന്നിട്ട് വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ഇങ്ങനെ ഇത്രയും ശാന്തസുന്ദരമായ ഈ ആശ്രമ പ്രദേശത്ത് കുറച്ച് ദിവസം താമസിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇത്രയും ശാന്തസുന്ദരമായി ഇനി അതല്ലെങ്കിൽ എനിക്ക് സീതാദേവിയോടുകൂടി താമസിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണ്, എനിക്കൊരു വാസസ്ഥാനം ഏതാണ്, അങ്ങ് കാണിച്ചു തരണം എന്ന് വാൽമീകി മഹർഷിയോട് പറയണം. അപ്പോ ഇത് കേട്ടപ്പോ പുഞ്ചിരി തൂകിയിട്ട് വാൽമീകി മഹർഷി പറഞ്ഞു, എന്താ പറയേണ്ടത്, ഈ ലോകങ്ങളെല്ലാം അങ്ങയിലാണ് നിൽക്കുന്നതെന്നറിയാം. ഈ ലോകത്തിലെല്ലാം അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ഇനി അങ്ങയ്ക്ക് പ്രത്യേകമായി വസിക്കാൻ എവിടെയാണ് ഒരിടം? എന്നാലും എന്നോട് ചോദിച്ച സ്ഥിതിക്ക് വളരെ ചെറുതായിട്ട് ഞാൻ പറയാണ്. എല്ലാ ജീവജാലങ്ങളെയും വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ സമദൃഷ്ടിയോടെ കാണുന്ന സന്തുഷ്ടചിത്തരായി ശാന്തചിത്തരായി അങ്ങയെ തന്നെ ഭജിക്കുന്നവരുടെ ഹൃദയമാണ് അങ്ങയ്ക്ക് താമസിക്കാനുള്ള സുഖവാസ മന്ദിരം. ലോകത്തിൽ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ മാത്രം ശരണം പ്രാപിച്ച് അങ്ങയെ മാത്രം ഭജിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഹൃദയ സരോവരമാണ് അങ്ങയുടെ വാസസ്ഥാനം. രാഗദ്വേഷ സുഖ ദുഃഖ ശീതോഷ്ണാദി ദ്വന്ദ്വഭാവങ്ങളില്ലാതെ ഒരു വസ്തുവിലും പ്രത്യേകിച്ച് ആഗ്രഹമില്ലാതെ ശാന്തചിത്തരായി അഹങ്കാരഭാവമില്ലാതെ കല്ലും കരിക്കട്ടയും സ്വർണവും ഒരുപോലെ കാണുന്ന കാമക്രോധാദി ഷഡ്ദോഷരഹിതമായ സുഖത്തിൽ അമിതമായി സന്തോഷിക്കുകയോ ദുഃഖത്തിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യാതെ സമചിത്തതയോടെ ഈ കാണുന്നതെല്ലാം മായയാണ് എന്ന് കരുതി അങ്ങയെ സാക്ഷാൽ പരമാത്മാവാണ്, ഏകനും അവ്യയനും അദ്വയനുമായ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കി അങ്ങയിൽ തന്നെ എല്ലാ കർമ്മങ്ങളും മനസ്സും അർപ്പിച്ച് എല്ലായ്പ്പോഴും അങ്ങയുടെ നാമം ജപിച്ച് ധ്യാനത്തിൽ കഴിയുന്ന അങ്ങയിൽ അർപ്പിച്ച മനസ്സോടെ അങ്ങയുടെ ഭക്തരായി കഴിയുന്ന ആ ഭക്തജനങ്ങളുടെ മനസ്സുണ്ടല്ലോ, അല്ലയോ ദയാവാരിധേ, അങ്ങയ്ക്ക് വസിക്കാനുള്ള ഉത്തമ സ്ഥാനം അത് തന്നെയാണ് എന്നിങ്ങനെ വാൽമീകി മഹർഷി പറഞ്ഞു നിർത്തി. ഇത്രയുമാണ് ഇന്നത്തെ കഥാഭാഗം. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സമയമാണ് നോക്കണത്. പ്രീത 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ കുറെയൊക്കെ ചുരുക്കി, പ്രധാനപ്പെട്ടത് ഏതൊക്കെ വിട്ടുപോയി എന്നറിയില്ല. എന്നാലും എല്ലാവരും സ്വയം ക്ഷമിക്കുക. വിട്ടുപോയതുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടിച്ചേർക്കുക. വളരെ സന്തോഷം. ഇന്ന് വളരെ മനോഹരമായി തന്നെ വ്യാഖ്യാനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് ശേഷമാണ് ഇടത്തെ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നില്ല, അതിന്റെ കഴിഞ്ഞ വർഷമായിരുന്നു പങ്കെടുത്തിരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം, വളരെ കാലത്തിന് ശേഷം വീണ്ടും കാണാനായത്. നമുക്ക് ഇനി അടുത്തത് പ്രശ്നോത്തരിയിലേക്ക് കടക്കുകയാണ്. അതിനായി ആലപ്പുഴ ജില്ലാ അതിനുഷ ടീച്ചർ പ്രശ്നോത്തരിക്കും കൂടി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ ടീച്ചറെ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇത് നമ്മൾ തുറന്നു വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, കാരണം നേരത്തെ അറിയിച്ചിരുന്നു ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. സാരമില്ല. ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതെ എന്ന് ആരോട് പറഞ്ഞതാണ്? ശ്രീരാമൻ കൗസല്യാദേവി. അല്ല, ഈ വായിക്കുന്ന ഭാഗത്തെയാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് വായിച്ച ഭാഗത്തല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കുറെ ഭാഗത്തുണ്ടാവും. ഇന്ന് ശ്രീരാമൻ ഗുഹനോടും പറയുന്നുണ്ട്. അല്ല, ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേന്നാണ്. ശ്രീരാമൻ ഈ ഭാഗത്ത് അമ്മയെന്ന് സംബോധന ചെയ്യുന്നത് കൈകേയിയെ മാത്രല്ലേ ഉള്ളൂ. ഇന്ന് വായിച്ച ഭാഗത്ത് കൈകേയിയോട് പറയുന്നതാണ്. ശ്രീരാമനും ലക്ഷ്മണനും
ക്ഷീരവസനങ്ങൾ നൽകിയത് ആര്? എന്ത്? കൈകേയിയോട് എന്തിനു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസെ എന്ന് കൈകേയിയെ വഴക്ക് പറഞ്ഞത് ആരാണ്? വസിഷ്ഠ മഹാമുനി. രാമലക്ഷ്മണ ജനകജമാരെ അയോധ്യയിൽ നിന്ന് തേരിൽ കയറ്റി കൊണ്ടുപോയത് ആര്? സുമന്ത്രര്. രാമൻ പോയ ശേഷം തന്നെ എവിടെ കൊണ്ടുപോയി ആക്കാനാണ് ദശരഥൻ ഭൃത്യന്മാരോട് പറഞ്ഞത്? കൗസല്യാദേവിയുടെ കൊട്ടാരത്തിൽ. മാതൃഗൃഹത്തിലെ. വനവാസത്തിന് പുറപ്പെട്ട അന്ന് രാമലക്ഷ്മണ സീതമാർ ഏത് നദിയുടെ തീരത്താണ് എത്തിച്ചേർന്നത്? രണ്ടാം ദിവസം രാമനും ലക്ഷ്മണനും സീതയും എത്തിയത് എവിടെ? ശൃംഗവേരിപുരം. രാജ്യത്ത്. സീതാരാമ ലക്ഷ്മണന്മാരെ ഗംഗാനദി കടത്തിയത് ആര്? ജട വിരിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത്? ഗംഗാനദി കടന്ന ശേഷം പിറ്റേന്ന് ആരുടെ ആശ്രമത്തിലാണ് രാമലക്ഷ്മണ? വാൽമീകി മഹർഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചിത്രകൂടാദ്രി. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് 3 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് വായിച്ച ഭാഗത്ത് 1 തമസ നദി, 2 ഗംഗ, മൂന്നാമത്തെ ഏത് നദിയാണ്? സന്തോഷം കേട്ടോ. ഞാൻ ക്രിസ്ത്യൻ ഇതായി വന്നതൊന്നല്ല, ഞാൻ അതിന് പ്രത്യേക ചോദ്യങ്ങൾ ഉണ്ടാക്കിയേ ഉള്ളൂ. എന്നേക്കാൾ എത്രയോ അറിവുള്ള ആളുകളാണ് ഞാൻ ചോദിച്ച് ക്ഷമിക്കണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും ചോദ്യങ്ങളാണ്. പ്രീതേ, എന്തായാലും ഇന്നത്തെ രാമായണക്കാറ്റ് വളരെ ഭംഗിയായി, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അത് നിർവഹിച്ചു. വളരെ നന്ദി, വളരെ നന്ദി. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കാരണം അതല്ലേ പറഞ്ഞ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളതിനാണ് കാര്യം, അല്ലെ? തീർച്ചയായിട്ടും അതിന് മലപ്പുറം ചാപ്റ്റർ വളരെയധികം എല്ലാവരെയും, ഞാനിത് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ വിഷയപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കില്ലായിരുന്നു. വിഷയപ്പോൾ എന്നോട് ക്ഷമിക്കുക, കാരണം ഇത് അറിഞ്ഞിരുന്നില്ല. നേരത്തെ ഒരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമേല്ലേ, പറയാനൊരു അവസരം കിട്ടിയല്ലോ. അത് തന്നെ. ഇന്ന് വിദ്യാർത്ഥിയായിട്ട്, ഇന്ന് ടീച്ചർ വിദ്യാർത്ഥിയായിട്ടിരിക്കുകയായിരുന്നു. സാരമില്ല, അത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നതാണ്. ഇന്ന് കണ്ടില്ലേ, ഉമ്മ ടീച്ചറാണ് ഇന്ന് പാരായണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ആരാധ്യ കൂടിയാണല്ലോ സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ. അതെ 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 അതെ. മാധവേട്ടനും വാമനേട്ടനും ഒക്കെ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് കൂടെ സമയം എടുക്കാമെന്ന് തോന്നുന്നു. ഇന്ന് നേരത്തെ 8 മണി ആയതേ ഉള്ളൂ. 10 മിനിറ്റ് നമുക്ക് ഇരുവരുടെയും രാമായണക്കാറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേപോലെ അവരുടെ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ മാധവേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുള്ളൂ. ശരി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാമായണക്കാറ്റിന്റെ ഇന്നത്തെ ദിവസം ഓരോ ദിവസവും കൂടുതൽ ശോഭ പകർന്നുകൊണ്ടാണ് നമ്മുടെ കാറ്റ് വീശുന്നത് എന്നുള്ളത് വളരെ സന്തോഷം. ഇന്ന് പ്രത്യേകിച്ച് സുമതി അല്ലെ, ഉമാജി ലക്ഷ്മണോപദേശം മുതലാണ് ഇന്ന് വായിച്ചതാണെന്ന് അല്ലെ. ഞാൻ ആദ്യം കുറച്ച് 5 മിനിറ്റ് വൈകിയിരുന്നു. ഏതായാലും ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കൃതം ടീച്ചർ തന്നെ പാരായണത്തിന് ഉണ്ടായി എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴും അലേർട്ടായിരിക്കുന്ന വിഷയം പോലെ പ്രത്യേകം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തത് പറയാൻ എനിക്ക് വിട്ടുപോയി. വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം എപ്പോഴും സജീവമായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരു വിഷയപ്പോൾ വന്നു ഇവിടെ. ഏതായാലും അതിലും വളരെ സന്തോഷമുണ്ട്.
അപ്പോ വല്ലാത്തൊരു ഒരു ഒരു സന്തോഷമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ തോന്നുന്നത്. കാരണം ഇതൊരു സത്സംഗാണ്, കർക്കിടക മാസമാണ്. ഏകദേശം നന്നായിട്ട് തന്നെ മഴ പുറത്ത് പെയ്യുന്നുണ്ട് അല്ലെ? അവിടെയും ഉണ്ടായിരിക്കും ഓരോ സ്ഥലത്തും. ഇത് കാസർഗോഡ് മാത്രമാണോ എനിക്കറിയില്ല. ഏതായാലും നല്ല മഴയാണ്. പണ്ടൊക്കെ ഞങ്ങള് കർക്കിടക മാസം കൈതപ്പുറം ഇല്ലത്ത്, അപ്പൊ താഴെ വെള്ളം കയറും. കൈതപ്പുറം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രളയമൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ മുകളിൽ പോവും. അപ്പോൾ ചക്കക്കുരുവാണ് നമ്മുടെ ആഹാരം. ചക്കക്കുരു വറുത്തിട്ട് തീ കൂട്ടിയിട്ട് ചുട്ടു തിന്നും. അപ്പൊ അതാണ് കർക്കിടക മാസത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. അതിനൊപ്പം അമ്മ കുറച്ചൊക്കെ രാമായണം, അവർക്കൊന്നും വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അതാണ് രാമായണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രാമായണ ശീലുകൾ കേൾക്കാൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടമായിരുന്നു. അച്ഛൻ മാഷായിരുന്നു, അതായത് അമ്മയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ കേട്ടിരിക്കും. ഇപ്പോഴും ഞാൻ കൈതപ്പുറത്ത് പോയി തേവാരം കഴിക്കുമ്പോൾ അമ്മ 1-2 പ്രാവശ്യം വന്നു നോക്കും. 88 വയസ്സായി. അതാണ് അതൊരു സനാതന സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ അമ്മ എന്താണ് കണ്ട് സന്തോഷിക്കുന്നത്? ഞാൻ ഇളയ മകനാണ്, 6 ആൺമക്കളിൽ ഇളയ മകനാണ് ഞാൻ. അപ്പോൾ ഞാൻ തേവാരം കഴിക്കുന്നത് ഒന്ന് വന്നു നോക്കിയാൽ എനിക്കും സന്തോഷം അല്ലേ? അപ്പോ അതാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ചെറുത് വലുത് എന്നില്ല. പ്രത്യേകിച്ച് ആദിശങ്കര കുടുംബത്തിൽ അങ്ങനെയില്ല. ഇവിടെ എല്ലാവരും നാമം ജപിക്കുന്നു, അതാൾക്ക് അറിയുന്ന കീർത്തനങ്ങൾ ചെയ്യുന്നു അല്ലെ? ഇത് യാതൊരു ഔപചാരികതയും ഇല്ല. അതാണ് നമ്മുടെ ആദിശങ്കര കുടുംബത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തെ രാമായണക്കാറ്റും വളരെ ഗംഭീരായി. പ്രത്യേകിച്ച് ലക്ഷ്മണോപദേശം ഒക്കെ പറയണമെങ്കിൽ അല്ലേ, നമ്മുടെ എന്താ പറയണ്ടേ, ഫാസ്റ്റ് വേൾഡാണ് ഇപ്പോൾ. ലോകം എങ്ങനെ തിരിഞ്ഞു പോയെങ്കിലും രാമായണത്തിൻ്റെയും മറ്റ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒന്നും പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തോന്നും അനേകം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ചരിത്രം, കഥ എന്ന് പറയേണ്ട ഒരു ചരിത്രമാണ്. അപ്പോൾ ആ ചരിത്രം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ചെന്നടിക്കുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സംസ്കാരം ഇന്നും നമ്മുടെ ഓരോ ദിവസത്തെയും സംസ്കാരത്തിൽ ഉൾച്ചേരുന്നു എന്നുള്ളതിൽ ഒരു മഹാത്ഭുതമാണ്. പ്രത്യേകിച്ച് രാമായണം ഒക്കെ ഒരു മഹാത്ഭുതം തന്നെയാണ്. ഭാഗവത സപ്താഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കാറുണ്ട്. പക്ഷെ രാമായണം നമ്മുടെ ആ കർക്കിടക മാസം ആവുമ്പോൾ നമ്മുടെ ഓരോ വീടുകളിലേക്കും രാമായണം ചെന്നെത്തി നിൽക്കുന്നു. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. അപ്പോൾ അവിടെ വർഷങ്ങൾക്കോ കാലാവധിക്കോ ഒന്നും പ്രാധാന്യമില്ല. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അത്രത്തോളം, പ്രത്യേകിച്ച് ഈ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്ന് നിത്യ നൂതനമായിരിക്കുന്നു ഓരോ വരികളും എന്നുള്ളതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമൂർക്കനീ വന്നി സന്തപ്തലോകസ്ഥാംബുബിന്ദുനാ സന്നിഭം മത്യജന്മം ക്ഷണഭംഗുരം. ഈ 4 വരി മതി അല്ലെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ശോഭനമാക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ദുഷ്ടചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനും കിട്ടിയിരിക്കുന്ന കുറെ ശത്രുക്കളുണ്ട്, ഷഡ്വൈരികൾ എന്നാ പറയാം. അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കൾ ഇതൊക്കെ സ്വാഭാവികമാണെങ്കിലും ഇതിനെ കുറച്ചു കുറച്ചു കൊണ്ടുവന്നിട്ട് ഗുണത്തെ കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. അപ്പൊ ജീവിതം എന്നുള്ളതൊരു പദ്ധതിയാണ്, രാമായണം എന്നുള്ളതൊരു പദ്ധതിയാണ്, സേതുബന്ധനം എന്നുള്ളതൊരു പദ്ധതിയാണ്. അപ്പോ നമ്മുടെ ജീവിതം ഒരു പദ്ധതിയാണ്. അത് ഭഗവാൻ നമുക്കിങ്ങനെ തന്നതാ.
കയ്യും കാലും കണ്ണും മൂക്കും അല്ലേ, ഇതൊക്കെ നമുക്കിങ്ങനെ തന്നതാണ്. എന്നിട്ട് പറയുക ഭഗവാൻ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ജീവിതം വിജയിപ്പിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ആരോടും ദുസ്വഭാവങ്ങളുമായിട്ട് നടക്കാനോ ഒന്നും ഭഗവാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ആരാണ് തെറ്റിക്കുന്നത്? നമ്മൾ തന്നെയാണ്, മനുഷ്യര് തന്നെയാണ്. അപ്പോഴ് രാമായണത്തിന്റെ ശീലുകള് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ജീവിതമെന്ന പ്രസ്ഥാനത്തെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലെ. ആ സനാതനധർമ്മത്തിന്റെ സത്താണ് നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നത്. ഓരോ വരികളും ഓരോ അക്ഷരങ്ങളും. അതുമല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം എന്ന ഒരു ഭാഷയ്ക്ക് തുടക്കമിട്ടത് തന്നെ തുഞ്ചത്തെഴുത്തച്ഛനാണ്. അതാണ് ഭാഷാ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഷാ പിതാവ് രചിച്ച രാമായണ ശീലുകള് നമ്മൾ ഇന്നും നിത്യോപയോഗത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ സത്സംഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരണം. അപ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്ററും, ചിലപ്പോൾ എനിക്ക് തോന്നും ഓരോ ചാപ്റ്ററും പോസിറ്റീവായിട്ടുള്ള ഒരു മത്സരം വെച്ചാലും തിരക്കേടില്ല. കാരണം ഇന്നിപ്പോ മലപ്പുറം ചാപ്റ്ററിന്റെ അവതരണമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ നമുക്കും തോന്നണം നമ്മുടെ ചാപ്റ്ററും കൂടുതൽ ഭംഗിയാവണം. ഒരു മത്സര ബുദ്ധി അല്ലെങ്കിലും അവിടെ ഒരു മത്സരം, ചെറിയൊരു കോമ്പറ്റീഷൻ ആവാം എന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ ഓരോ ചാപ്റ്ററും ഇനിയിപ്പം ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. ഓരോ ചാപ്റ്ററും അവതരിപ്പിക്കുന്ന നമ്മുടെ ഈ രാമായണ കാറ്റ് എന്ന പേരിലുള്ള ഈ സത്സംഗം ഗംഭീരമാവട്ടെ എന്ന് മാത്രമേ ഈ സമയത്തുള്ളൂ. ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവരും, പ്രഭാഷണമായാലും പാരായണമായാലും പ്രശ്നോത്തരിയാണെങ്കിലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആദിശങ്കര ഫൗണ്ടേഷന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. വാമനാട്ടനൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് നീട്ടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. വളരെ സന്തോഷം മാധവേട്ട, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. അടുത്തതായി നമ്മൾ വാമനേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര. യഥാർത്ഥത്തില് നമ്മുടെ ആചാര്യസ്വാമികളുടെ അദ്വൈത സിദ്ധാന്തം നമുക്കറിയാം. വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും നമുക്ക് പറഞ്ഞു നൽകുന്ന പാഠം അദ്വൈത സിദ്ധാന്തം ഒന്ന് വളരെ മനോഹരമായി അവിടെ മലപ്പുറം ചാപ്റ്റർ എല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുകയുണ്ടായി. വളരെ സന്തോഷം. ആ ദിവസവും ഇങ്ങനെ നമ്മുടെ സത്സംഗം കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു വരി മാത്രമാണ്. അതായത് ഏതോ ഒരു പഴയ ഒരു സിനിമ പാട്ട് ഓർക്കുക, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ. ഇത് ഒരു കവി എഴുതിയതാണ്. എന്ന് പറഞ്ഞാല് വിശ്വാമിത്രനോട് ശ്രീരാമൻ ചോദിക്കുന്നു, ഞാൻ എവിടെയാണ് വസിക്കേണ്ടത്? അപ്പോ എന്താ പറയേണ്ടത്? ഋഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറയണത്? നിർമ്മലന്മാരായുള്ള ഭക്തന്മാരുടെ മനസ്സാണ് തേ വാസായ മന്ദിരം. അതെ, നിർമ്മലമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ് ഭഗവാൻ എപ്പോഴും കുടികൊള്ളുന്നത്. ആ സത്സംഗത്തിലൂടെ ആ ഭഗവത് ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അയോധ്യകാണ്ഡത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി കുറേ കാര്യങ്ങൾ പറയുമ്പോഴും അവസാനം വീണ്ടും പറയുകയാണ്, എന്താണ്? നിർമ്മലന്മാരായുള്ള ഭക്തന്മാരുടെ മനസ്സിലാണ് ഞാൻ കുടികൊള്ളുന്നത്. അപ്പൊ അവിടെയും ഇവിടെയും ഒക്കെ ഈശ്വരനെ തിരക്കി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കബീർദാസ് പറഞ്ഞ പോലെ നാം കസ്തൂരി ചൂണ്ട് ചൂണ്ട് കർ ജാത്താ ഹൈ, കസ്തൂരിമാൻ കസ്തൂരി തേടി നടക്കുന്നത് പോലെ നമ്മൾ ഈശ്വരനെ തേടി നടക്കുകയാണ്. ജനിച്ചപ്പോൾ മുതൽ നമ്മളെല്ലാവരും മറുകരയിൽ എത്താൻ വേണ്ടി ജീവിതമാകുന്ന തോണിയിൽ കയറി സഞ്ചരിക്കുകയാണ്. തോണി മറുകരയെത്തുമ്പോൾ എല്ലാവരും അതിൽ നിന്നും ഇറങ്ങുക തന്നെ വേണം.
തോണിയിൽ തന്നെ ഇരിക്കാമെന്ന് കരുതിയാൽ അത് വ്യാമോഹം മാത്രമാണ്. മറുകരയിലെത്തിയാൽ ഈ തോണി ഉപേക്ഷിക്കുക തന്നെ വേണം. ഈ ശരീരവും മനുഷ്യജന്മവും തോണി മാത്രമാണ്. ഈ ശരീരവും മനുഷ്യജന്മവും തോണി മാത്രമാണ്. ഈ തോണി അക്കരെ എത്താൻ തോണിക്കാരനായ ഗുരുവിന്റെ സഹായം കൂടിയേ തരൂ. ഇതിനൊപ്പം ഈശ്വരകാരുണ്യം എന്ന കാറ്റും സഹായത്തിനുണ്ടാകുമ്പോൾ തോണിയുടെ ഗതിയും യാത്രയും അനായാസമാകുന്നു. കാറ്റ് അനുകൂലമാകുമ്പോൾ മാത്രമേ ഗുരുവിന്റെ പ്രയത്നമുണ്ടെങ്കിലും തോണി എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പൊ ഈശ്വരാധീനം, ഈശ്വര കാരുണ്യമാണ് നമ്മെ ജീവിതയാത്രാകുന്ന തോണി അക്കരെ എത്തിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ സത്സംഗം ഇനിയും തുടരട്ടെ. എല്ലാ ഈ സത്സംഗത്തിൽ പെടുത്ത എല്ലാ പുണ്യാത്മാക്കൾക്കും തീർച്ചയായും ഇന്നത്തെ ദിവസം ഇന്നലെ പറഞ്ഞ പോലെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അമാവാസി ദിവസം. കർക്കിടക മാസത്തിലെ ഈ അമാവാസി ദിവസം നമ്മുടെ പിതൃക്കളെ ഓർമ്മിക്കേണ്ട ദിവസം. തീർച്ചയായിട്ടും പിതൃദേവന്മാരെ, അതായത് പിതൃന്മാരെ നമ്മുടെ പിതൃക്കളിൽ ദൈവാംശം സംഭവിച്ചുകൊണ്ട് നമ്മുടെ മുൻ തലമുള്ളവരെ എല്ലാം സ്മരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് നമ്മളെപ്പോഴും പറയുന്നില്ല ജ്ഞാന ദിവരാന്തസ്യ ജ്ഞാനാഞ്ജലിസനാകയ ചക്ഷുൺമീതംബേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ രാമായണക്കാറ്റിന്റെ ഈ ഗന്ധം നുകരാൻ, രാമായണക്കാറ്റിന്റെ കുഴമ നുകരാൻ അവസരം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ പ്രണാമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം മാമനേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. എന്തായാലും നമുക്ക് ഇന്നത്തെ രാമായണക്കാറ്റ് വളരെ ഹൃദ്യമായിരുന്നു. തീർച്ചയായും ഒരിക്കൽ കൂടി ഞാൻ മലപ്പുറം ചാപ്റ്ററിന് അതിൻ്റെ കോർഡിനേറ്ററായ ശ്രീമതി പ്രീത വടക്കത്തിനും നന്ദി അറിയിക്കുന്നു. ആ വായനയ്ക്ക് സഹകരിച്ച എല്ലാവർക്കും, അതേപോലെ പാരായണത്തിൻ്റെ വ്യാഖ്യാനം ചെയ്ത ഉഷേട്ടത്തിക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ നമ്മുടെ 9ാം ദിവസം പാരായണം ചെയ്യുന്നത് പാലക്കാട് ജില്ലാ ചാപ്റ്ററാണ്. എല്ലാവരും 6:50 തന്നെ വേദിയിൽ എത്തുക. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടാം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കരം, 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 ജയശങ്കര, 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 ജയശങ്കര.